ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. ഒരുപാട് നാളുകളെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 4 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 വർഷത്തിനിടയ്ക്ക് ഞാൻ പുതിയൊരു ജോലിക്ക് കയറി. ഞാൻ ബാംഗ്ലൂരിലെ ഒരു ജമോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജമോളജി ഫാക്കൽറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരാളും ഫേസ് ചെയ്യുന്ന പോലെ തന്നെ പുതിയൊരു ജോലിയിലുള്ള ചില എന്താ പറയുക സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്കും ഉണ്ടായിരുന്നു. അതൊന്ന് ട്രാക്കിലേക്ക് എത്തിക്കാൻ കുറച്ച് സമയം പിടിച്ചു. അതൊന്ന് ട്രാക്കിലായി വന്നപ്പോഴേക്കും നമ്മുടെ പുതിയ കോഴ്സുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ ചില ജ്വല്ലറി ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് കോർപ്പറേറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ അങ്ങനെ എൻഗേജ്ഡ് ആയി. അപ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ ഇടയായിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മുടെ വീഡിയോസിൻ്റെ കമൻസ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ബോക്സിലേക്കെല്ലാം ഒരുപാട് ആളുകൾ ജമോളജി റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഈ സംശയങ്ങളെന്ന് വെച്ചാൽ ഇതൊക്കെയാണ്: എവിടെയാണ് നമുക്ക് ജമോളജി കോഴ്സ് ചെയ്യാനായിട്ട് പറ്റുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ വരുന്നത്, ഇനി കേരളത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാലറി പാക്കേജ്, നമുക്കിത് പഠിക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്, ഔട്ട്സൈഡ് ഇന്ത്യ ഇതിന് സ്കോപ്പ് ഉണ്ടോ, അവിടെ സാലറി പാക്കേജ് എങ്ങനെയാണ് വരിക, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു നിങ്ങളുടെ ഈ ഓരോ സംശയങ്ങൾക്കും ആൻസേഴ്സ് എന്നുള്ള രീതിയിൽ ഷോർട്ട് വീഡിയോസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്തു. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ആ ഒരു സംശയത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ജമോളജി പഠിക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 പാസ്സായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ജമോളജി പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷേ സയൻസ് കുറച്ചും കൂടി അറിയും എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് ജമോളജി പഠിക്കാനായിട്ട്. കാരണം നമ്മുടെ ജമോളജിയിൽ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം വരുന്നുണ്ട്. സോ +2ൽ സയൻസ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഇനി നിങ്ങൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേഖലകൾക്കനുസരിച്ച് ഈ ഒരു ബേസിക് ക്വാളിഫിക്കേഷനിൽ വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു റീറ്റെയിൽ ജ്വല്ലറി അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ ജ്വല്ലറിയിൽ ഇൻറ്റേർണൽ QC ആയിട്ടോ അല്ലെങ്കിൽ പർച്ചേസിങ് ടീമിൻ്റെ കൂടിയോ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ +2 ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ജമോളജി അല്ലെങ്കിൽ ഡയമണ്ട് ഗ്രേഡിങ്ങോ കളർ സ്റ്റോൺ ഗ്രേഡിങ്ങോ അറിഞ്ഞിരിക്കണം. അതുപോലെ ഒരു ജ്വല്ലറിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ലൂസ് സ്റ്റോൺസ് മാത്രമല്ല വരുന്നത്, സ്റ്റഡഡ് ജ്വല്ലറീസ് ആയിരിക്കും ഉണ്ടാവുക കൂടുതലും. അതായത് ജെം സ്റ്റോൺ അല്ലെങ്കിൽ ഡയമണ്ട് സ്റ്റഡഡ് ജ്വല്ലറീസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ജ്വല്ലറി ഗ്രേഡിങ്ങും കൂടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് ഒരു റീറ്റെയിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുമ്പോൾ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ. ഇനി നിങ്ങൾ ഒരു ജമോളജി ലാബിലാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്, +2. അതിൻ്റെ കൂടെ നിങ്ങൾ കളർ സ്റ്റോൺ അറിഞ്ഞിരിക്കണം, ഡയമണ്ട് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ജ്വല്ലറി ഗ്രേഡിങ്ങും അറിഞ്ഞിരിക്കണം. ഇനി ഈ പേൾ പോലത്തെ ചില ഓർഗാനിക് സ്റ്റോണുകൾ എല്ലാ ലബോറട്ടറികളിലും ചെക്ക് ചെയ്യാറില്ല. പക്ഷേ ഈ പേളിനെ കുറിച്ചും കൂടി അറിവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ പേൾ ഗ്രാജുവേഷൻ കൂടി ഉണ്ടെങ്കിൽ അതൊരു അഡീഷണൽ അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിൻ്റ് ആണ്. ഇനി ഈ ലാബിൽ തന്നെ നമുക്ക് 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് നമ്മുടെ ബേസിക് ഈ കളർ സ്റ്റോൺ അല്ലെങ്കിൽ ഡയമണ്ട് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ റിസർച്ച് ലെവലിലുള്ള ഒരു കാറ്റഗറി കൂടി ഉണ്ട്. അപ്പോൾ ഈ റിസർച്ച് ലെവലിലൊക്കെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്പെക്ട്രോസ്കോപ്പിക് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം. നമ്മൾ ജമോളജിയിൽ ഒരുപാട് അഡ്വാൻസ്ഡ് മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബേസിക് ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് +2 അല്ലെങ്കിൽ നിങ്ങൾക്ക് സയൻസിലെ തന്നെ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങളൊരു ജമോളജി ഫാക്കൽറ്റി ആയിട്ടാണ് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ആണ്. അതിൻ്റെ കൂടെ ജമോളജി റിലേറ്റഡ് ആയിട്ടുള്ള എത്രത്തോളം കോഴ്സസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. ബേസിക്കായിട്ട് എന്തായാലും ജമോളജി ഗ്രാജുവേഷൻ വേണം. അതിൻ്റെ കൂടെ പേൾ ഗ്രാജുവേഷൻ പോലെയുള്ള ചില ചെറിയ ഷോർട്ട് ടേം കോഴ്സസ് ഉണ്ട്, അതുകൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. കാരണം ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. പുതിയ ജെം സ്റ്റോണിൽ പുതിയ ട്രീറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്, പുതിയ മിനറലുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പം ടീച്ചിങ് മേഖലയിലാകുമ്പോൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി നിങ്ങളൊരു ട്രേഡിംഗ് മേഖലയിലാണ് വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ജെം സ്റ്റോൺ ട്രേഡറോ അല്ലെങ്കിൽ ഡയമണ്ട് ട്രേഡറോ ആയിട്ടാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 10th ബേസിക് എഡ്യൂക്കേഷൻ ഓക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ജെം സ്റ്റോണിനെ പറ്റിയോ അല്ലെങ്കിൽ ഡയമണ്ടിനെ പറ്റിയോ പഠിക്കാം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. അതിൽ എല്ലാവരും ടെക്നിക്കൽ നോളജ് അധികം ഉള്ളവരല്ല. ഓക്കെ, അവർക്ക് മാർക്കറ്റ് നോളജ് ഉണ്ട്, പക്ഷേ ടെക്നിക്കലി അവർ കുറച്ചൊരു വീക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് ഈ ട്രേഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ റീറ്റെയിലേഴ്സിൻ്റെ എല്ലാം 2nd ജനറേഷൻ അല്ലെങ്കിൽ 3rd ജനറേഷനിലുള്ള ആളുകൾ
നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് കോഴ്സസ് ചെയ്യാണ്. കാരണം അവർക്ക് ഈ ഒരു മാർക്കറ്റ് നോളജ് വെച്ച് മാത്രം സർവൈവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം അതിൽ ടെക്നിക്കൽ നോളജും കൂടി ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളെക്കാളും എഡ്യൂക്കേറ്റഡ് ആണ്, നമ്മളെക്കാളും അവർ അപ്ഡേറ്റഡ് ആണ്. അവർ ഒരു കാര്യം വാങ്ങുന്നതിന് മുമ്പ് 100 തവണ ചിന്തിച്ച് അവർ പല പല കാര്യങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റമേഴ്സ് അവരുടെ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് പല ക്വസ്റ്റ്യൻസ് ചോദിക്കും ടെക്നിക്കലി. അതിനെല്ലാം ആൻസർ ചെയ്യാൻ ഈ പറയുന്ന റീറ്റെയിലേഴ്സ് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ടെക്നിക്കൽ നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ടെക്നിക്കൽ നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ബേസിക് എഡ്യൂക്കേഷന് കൂടെ നിങ്ങൾ ഡയമണ്ടിനെ പറ്റിയും ജെം സ്റ്റോണിനെ പറ്റിയുള്ള ബേസിക് ഐഡിയ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ജെമോളജി പഠിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മൾ ജെമോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പല പല മേഖലകളിലേക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്.